ഭഗവാൻ പൃഥു മഹാരാജാവിനോട് തുടരുകയാണ്. നശ്വരമായ ഈ ശരീരത്തിൽ അനാസക്തനായി ഭവിച്ച ആത്മജ്ഞാനം സിദ്ധിച്ച വിവേകിയായ മനുഷ്യന് ശരീരത്താൽ ഉണ്ടാക്കപ്പെടുന്ന ഭവനം, സന്താനം, ധനം എന്നിവയിലൊന്നും എൻ്റേത് എന്ന ഭാവന ഒരിക്കലും ഉണ്ടാകാത്തതിനാൽ മത്സരബുദ്ധിയും ഉണ്ടാകുന്നതല്ല. ഇവിടെ മത്സരബുദ്ധി ഇല്ലാതാകേണ്ടത് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നശ്വരമായി ഈ ശരീരത്തിൽ അനാസക്തനായി ഭവിച്ച, ഈ ശരീരം നാശം എന്നുള്ള വാക്കുകൊണ്ട് ഇല്ലാതാവുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിൽ വാസ്തവത്തിൽ ഉള്ളതൊന്നും ഇല്ലാതാവുകയില്ല. ഉള്ളതെല്ലാം എക്കാലത്തും ഉള്ളത് തന്നെയാണ്. നാശം എന്ന് പറഞ്ഞാൽ മാറ്റം എന്ന് മാത്രമേ അർത്ഥം ഉള്ളൂ. അപ്പൊ നശ്വരമായ ഈ ശരീരം എന്ന് പറഞ്ഞാൽ നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ ശരീരം. ഈ ശരീരമാണ് ഞാൻ എന്നാണ് പലരുടെയും ഭാവം. അതുകൊണ്ടാണ് ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ശരീരത്തിന് എന്തെങ്കിലും വിഷമം വന്നാൽ വിഷമിക്കരുത്, നിസ്സംഗന, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിൽ പെട്ടുപോകരുത് എന്ന് മാത്രം. ഇപ്പൊ വേദന എടുത്താൽ വേദന അനുഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ വേദനകൾ ഉണർത്തുന്ന ചിന്തകളുടെ ചുഴിയിൽ പെട്ട് പോകരുത് എന്ന് ആണ് ഉദ്ദേശിക്കുന്നത്. ആ വേദന അനുഭവിക്കുമ്പോൾ ഇത് നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായ ഒന്നാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് വേദന അനുഭവിക്കുന്നതെങ്കിൽ ആ വേദനയും നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമായതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നശ്വരമായ ഈ ശരീരത്തിൽ അനാസക്തനായി ഭവിച്ച്, എങ്ങനെയാണ് നശ്വരമായ ഈ ശരീരത്തിൽ അനാസക്തരായിട്ട് ഭവിക്കുക? നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നതാണ് ഒരു വസ്തു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അങ്ങനെയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ ശാശ്വതമാക്കാൻ ആഗ്രഹിക്കുകയില്ല. നശ്വരമായതിൻ്റെ നശ്വരതയെ അംഗീകരിക്കാതെ അതിനെ ശാശ്വതമാക്കി നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് ആസക്തി. ഇത് നിരന്തര മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഇതിൻ്റെ നിരന്തരമായ മാറ്റം അംഗീകരിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് മാനസികാരോഗ്യത്തിന്. പലപ്പോഴും നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് ഈ മാറ്റങ്ങളെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതത്ര എളുപ്പമൊന്നുമല്ല ഈ മാറ്റങ്ങളെ അംഗീകരിക്കുക എന്ന് പറയാൻ. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു പക്ഷെ വളരെ എളുപ്പമാണെന്ന് തോന്നിയേക്കാമെങ്കിലും അവബോധത്തോടു കൂടിയുള്ള നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ട് മാത്രമേ ഇത് സ്വായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ എളുപ്പമൊന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്. അത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ ആസക്തി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം ഇത് വെറുതെ മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഈ മനസ്സിലാക്കൽ അനുഭവമായി തീരണം. അറിവ് അനുഭവമായി തീരുമ്പോഴാണ് ഈ ഇത് അനാസക്തരും മറ്റുമൊക്കെ ആവുക. അപ്പം അറിവ് അനുഭവമാകണമെന്നുണ്ടെങ്കിൽ സാധന കൂടിയേ പറ്റൂ. നമുക്ക് അഭ്യാസം കൂടിയേ പറ്റൂ. നിരന്തരമായിട്ടുള്ള സാധന കൊണ്ട് മാത്രമേ അറിഞ്ഞതിനെ അനുഭവമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നശ്വരമായ ഈ ശരീരത്തിൽ അനാസക്തരായി ഭവിച്ച ആത്മജ്ഞാനം സിദ്ധിച്ച, ആത്മജ്ഞാനം നമ്മൾ നേരത്തെ പറഞ്ഞു, അവരവരെ കുറിച്ചിട്ടുള്ള യഥാതഥമായിട്ടുള്ള അറിവ്. നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ളത്
നമ്മളുടെ ചില ധാരണകളുടെയും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ് കേട്ടറിഞ്ഞതിൻ്റെയും പശ്ചാത്തലത്തിൽ ഉരുത്തിരിച്ച് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നത് കാൽപ്പനികമായതാണ്. യഥാർത്ഥത്തിലുള്ള നമ്മുടെ വ്യക്തിത്വം നമുക്ക് ശരിക്കും അറിയുകയില്ല. നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ വളരെ കാലം ജീവിച്ചിട്ടുള്ളവർക്കും മനസ്സിലാവുകയില്ല. നമ്മുടെ കൂടെ വളരെ കാലം ജീവിച്ചിട്ടുള്ളവർ നമ്മളെപ്പറ്റി മെനഞ്ഞെടുത്ത ഒരു ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളെ കാണുക, നമ്മളോട് ബന്ധപ്പെടുക. നമ്മളും അവരെക്കുറിച്ച് കുറച്ചു കാലം കൊണ്ട് മെനഞ്ഞെടുത്ത ഒരു ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളും അവരോട് ഇടപഴകുക. അവർ മെനഞ്ഞെടുത്ത ചിത്രത്തിന് എന്തെങ്കിലും ഒരു കോട്ടം തട്ടിയാൽ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ആത്മജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പക്ഷമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന അറിവ്, അവരവരെ കുറിച്ചിട്ടുള്ള അറിവ്. ആ അറിവ് ആധ്യാത്മികതയിൽ വളരെ അനിവാര്യമായതാണ്. നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നമ്മളോടാണ്, നമുക്ക് നമ്മളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കേട്ടുമാത്രം അറിഞ്ഞിട്ടുള്ള ഈശ്വരനെ കൃത്യമായിട്ട് അറിയാൻ പോകുന്നത്? അതുകൊണ്ട് ആത്മജ്ഞാനം, അവരവരെ കുറിച്ചിട്ടുള്ള അറിവ് വളരെ അനിവാര്യമാണ്. അത് ജീവിതത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അത് ഈ ലോകത്ത് ഈ ബന്ധങ്ങളുടെ ഇടയിൽ നിന്ന് മാത്രമേ അറിയാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോയി ഗുഹയ്ക്കകത്തൊക്കെ ഇരുന്ന് ശ്വാസക്രമീകരണങ്ങളിലൂടെയൊക്കെ പലതരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകും. നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് കൂടുന്നതും കുറയുന്നതും ഒക്കെ അനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ആ അനുഭവങ്ങളൊന്നും പരമമായതിനെ കുറിച്ചിട്ടുള്ള അറിവല്ല. ശ്വാസക്രമീകരണങ്ങളുടെയും മനസ്സിൻ്റെ ഏകാഗ്രതയിലൂടെയും നമുക്ക് പലതരത്തിലുള്ള സിദ്ധികളും ഉണ്ടാകും. അതും പരമമായതിനെ കുറിച്ചിട്ടുള്ള അറിവല്ല. ശിവസൂത്രത്തില് വസുഗുപ്തപാദര് പറയുന്നുണ്ട്, മോഹാവരണാത് സിദ്ധി. സിദ്ധി എന്ന് പറയുന്നത് മോഹമാകുന്ന ആവരണം കൊണ്ടുണ്ടാകുന്നതാണ്, മോഹം കൊണ്ടുണ്ടാകുന്നതാണ്, ഭ്രമം കൊണ്ടുണ്ടാകുന്നതാണ് സിദ്ധി. അപ്പൊ സിദ്ധിയെയൊക്കെ ലൗകികമായ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പം പരമമായ അനുഭവം എന്ന് പറയുന്നത് അതൊരു ഉൾക്കാഴ്ചയാണ്, അതൊരു തിരിച്ചറിവാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വളരെ ആധ്യാത്മികമായ പന്ഥാവിലൂടെയാണ് നാം പോകാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇതൊക്കെ സൂക്ഷ്മമായിട്ട് തിരിച്ചറിയേണ്ടത് മുന്നോട്ട് പോകുന്നതിന് അനിവാര്യമായ കാര്യമാണ്. അതല്ല സിദ്ധി നേടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇതിൽ തെറ്റൊന്നുമില്ല. കാര്യം കാണാനാണ് നമ്മൾ, ലൗകിക കാര്യം കാണാനാണ് ഉദ്ദേശിക്കുന്നത്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതൊക്കെ ആധ്യാത്മികതയാണ് എന്ന നാട്യത്തിൽ ചെയ്താൽ അത് മറ്റൊരു കപടതയാകുമെന്ന് മാത്രം. സത്യസന്ധമായിട്ട് എനിക്ക് പരമമായ പദത്തിലേക്ക് എത്തണം എന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. ഈ ജീവിതം വലിയ അല്ലലൊന്നും കൂടാതെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഈശ്വരന് എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് മറ്റുള്ളവരെക്കാൾ കഴിവുകൾ ഉണ്ടാകണം, ആ കഴിവുകൾ നേടാൻ ഈ ഈശ്വര സങ്കല്പങ്ങളും അഭ്യാസങ്ങളും എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. അതിലും തെറ്റൊന്നുമില്ല. പക്ഷെ അതൊക്കെ ആധ്യാത്മികമാണ് എന്ന് ധരിച്ച് മുന്നോട്ട് പോകുന്നിടത്താണ് തെറ്റുപറ്റുന്നത്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഈശ്വരനെ ഉപയോഗിച്ച് ഭൗതിക കാര്യങ്ങൾ നേടുന്നത് ഭൗതികത മാത്രമാണ്, ആധ്യാത്മികതയല്ല. സിദ്ധികൾ ഉണ്ടാകുന്നത് ഭ്രമം കൊണ്ട് മാത്രമാണ്, യഥാർത്ഥമായിട്ടുള്ള അറിവ് കൊണ്ടല്ല. ഈ തിരിച്ചറിവുകൾ മുന്നോട്ട് പോകുവാൻ ആവശ്യമാണ് ആധ്യാത്മികർക്ക് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആത്മജ്ഞാനം സിദ്ധിച്ച വിവേകിയായ മനുഷ്യന്,
ആത്മജ്ഞാനം സിദ്ധിക്കുമ്പോഴാണ് വിവേകം ഉണ്ടാവുക. അല്ലെങ്കിൽ വിവേകിക്കാണ് ആത്മജ്ഞാനം സിദ്ധിക്കുക. വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ സാധിക്കണം. മനുഷ്യന് ശരീരത്താൽ ഉണ്ടാക്കപ്പെടുന്ന ഭവനം, സന്താനം, ധനം എന്നിവയിലൊന്നും എൻ്റേതെന്ന ഭാവന ഒരിക്കലും ഉണ്ടാവുകയില്ല. ശരീരം കൊണ്ടാണ് ഉണ്ടാവുന്നത്. മനസ്സ്, ബുദ്ധി അടക്കമുള്ളത്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം അടക്കമുള്ളതാ ശരീരം. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെയാണ് ശരീരം എന്ന് പറയുന്നത്. ശരീരം കൊണ്ടുണ്ടാക്കപ്പെടുന്നതാണ് ഭവനവും സന്താനവും ധനവും അല്ല. മനുഷ്യ പ്രയത്നത്തിലൂടെയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇതിലൊന്നും എൻ്റേത് എന്നുള്ള തോന്നൽ ഉണ്ടാവുകയില്ല. കാരണം നിരന്തരമായിട്ട് നമ്മൾ നിരീക്ഷണ വിഷയമാക്കിയാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക ഇത് മുഴുവൻ പരമമായതിൻ്റെ ഒരു എക്സ്പ്രഷൻ മാത്രമാണ് എന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് പരമമായതിൻ്റെ, അൾട്ടിമേറ്റ് ആയിട്ടുള്ളതിൻ്റെ, അതെന്തുമായിക്കൊള്ളട്ടെ, അതിന് എന്തു പേരിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, ആ പരമമായതിൻ്റെ ഒരു ആവിഷ്കാരം മാത്രമാണ്. ഏതുപോലെയാണോ ഒരു കഥാപാത്രം നടൻ്റെ കഴിവിൻ്റെ ആവിഷ്കാരമാകുന്നത്, ആ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ, ആ കഥാപാത്രത്തിൻ്റെ ഡയലോഗുകൾ, ആ കഥാപാത്രത്തിൻ്റെ ഭാവപ്രകടനങ്ങൾ, ഇത് മുഴുവനും ഒരു നടൻ്റെ, ആ കഥാപാത്രമായി മാറിയ നടൻ്റെ കഴിവിൻ്റെ ആവിഷ്കാരമാണ്. അപ്പം ഏതുപോലെയാണോ ഒരു കഥാപാത്രം നടൻ്റെ കഴിവുകളുടെ ആവിഷ്കാരമാകുന്നത്, അതുപോലെ പരമമായതിൻ്റെ കഴിവുകളുടെ ആവിഷ്കാരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇത് നമുക്ക് സസൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണ വിശകലനങ്ങളിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഇതൊന്നും എൻ്റേതല്ല എന്ന് ഇപ്പോൾ നാം ഓരോരുത്തരും ഞാൻ, എൻ്റേത്, എനിക്കുള്ളത് എന്ന് പറയുന്നതിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ത്യാഗം എന്നുള്ള വാക്കിന് മമതാത്യാഗമാണ് എന്ന് ഞാൻ അർത്ഥം പറയുന്നത്. അല്ലാതെ ജീവിച്ചിരിക്കുന്ന സ്ഥലം വിട്ടുപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് ജീവിക്കാൻ ചേക്കേറുന്നതോ, ഒരു രീതിയിലുള്ള ആഹാര സമ്പ്രദായത്തെ മാറ്റി മറ്റൊരു രീതിയിലുള്ള ആഹാര സമ്പ്രദായത്തെ സ്വീകരിക്കുന്നത് കൊണ്ടോ, ഒരു രീതിയിലുള്ള വസ്ത്രധാരണം മാറ്റി മറ്റൊരു രീതിയിലുള്ള വസ്ത്രധാരണത്തെ സ്വീകരിക്കുന്നത് കൊണ്ടോ അല്ല ഒരാൾ ത്യാഗി ആവുന്നത്. പേര് മാറ്റുന്നത് കൊണ്ട്. പേര് മാറ്റിയാലും പേരുണ്ടല്ലോ, താമസം മാറ്റിയാലും താമസിക്കാനുള്ള ഇടമുണ്ടല്ലോ, ആഹാര രീതി മാറ്റിയാലും കഴിക്കാനുള്ള ആഹാരമുണ്ടല്ലോ. അപ്പം അതൊന്നും ത്യാഗമാവുകയില്ല. ത്യാഗം ശരിക്കും മമതയുടെ ത്യാഗമാണ്. അത് നമുക്ക് ബുദ്ധി കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ആ ബുദ്ധി ഉൾപ്പെടെയുള്ളതാണ് ഈ ഞാൻ. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മമതാത്യാഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വജീവിതത്തെ നിഷ്പക്ഷമായിട്ട് അവലോകനം ചെയ്ത് തിരിച്ചറിവുണ്ടാകണം. അവരവരെ കുറിച്ച് യഥാതഥമായിട്ടുള്ള ഒരു തിരിച്ചറിവുണ്ടായാൽ മാത്രമേ ത്യാഗം സ്വാഭാവികമായി സംഭവിക്കുകയുള്ളൂ. ആ സ്വാഭാവിക ത്യാഗം കൊണ്ടാണ് ഒരു മരത്തിൽ നിൽക്കുന്ന പഴം പഴുത്ത് താനേ താഴോട്ട് വീഴുകയാണ്. അതാണ് ശരിക്കുമുള്ള ത്യാഗം. ആ ത്യാഗത്തിലൂടെ മാത്രമേ നമുക്ക് പരമമായ ഗതി ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത ത്യാഗമൊക്കെ, യഥാർത്ഥത്തിലുള്ള ത്യാഗം എന്താണെന്നറിയാത്തവരുടെ ഇടയിൽ ബഹുമാനവും മാന്യതയും ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുമായിരിക്കാം. അതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നും കൂടി നാം തിരിച്ചറിയേണ്ടതാണ്.
ഇപ്പൊ ഈ ഞാൻ എൻ്റെ ശരീരം കൊണ്ടുണ്ടാക്കപ്പെടുന്ന ഭവനം, സന്താനം, ധനം എന്നിവയിലൊന്നും എൻ്റേത്, ഇനി എൻ്റേത് ഞാൻ എന്നൊക്കെ പറയുന്നതിന് പകരം നാം, നമ്മുടേത് എന്ന് പറഞ്ഞതുകൊണ്ടും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നാം എന്ന് പറയുന്നതും ഞാൻ എന്ന് പറയുന്നത് പോലെ തന്നെ അഹങ്കാരത്തിന്റെ സ്ഫുരണമാണ്. അതുകൊണ്ട് ഭാഷ മാറ്റിയത് കൊണ്ടോ അക്ഷരങ്ങൾ മാറ്റി പുറപ്പെടുവിച്ചത് കൊണ്ടോ ഒന്നും ഒരാൾ ത്യാഗിയാവില്ല. യഥാർത്ഥ ജീവിതത്തിലൂടെ സ്വയം മനസ്സിലാക്കി അതിൽ നിന്നുണ്ടാകുന്ന തിരിച്ചറിവിലൂടെ മാത്രമേ ത്യാഗം സംഭവിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. നശ്വരമായ ഈ ശരീരത്തിൽ അനാസക്തനായി ഭവിച്ച ആത്മജ്ഞാനം സിദ്ധിച്ച വിവേകിയായ മനുഷ്യൻ, ഇതൊക്കെ നമ്മൾ നേരത്തെ വിസ്തരിച്ച് പറഞ്ഞതും കൂടിയാണ്. ശരീരത്താൽ ഉണ്ടാക്കപ്പെടുന്ന ഭവനം, സന്താനം, ധനം എന്നിവയിൽ ഒന്നും എൻ്റേത് എന്ന ഭാവന ഒരിക്കലും ഉണ്ടാകാത്ത ആ മനുഷ്യന് ഒരിക്കലും അങ്ങനെ ഒരു ഭാവന ഉണ്ടാവില്ല. കാരണം അയാൾ തിരിച്ചറിയുന്നു, ഇതിൽ ഏതാ എൻ്റേത്? തൽക്കാലത്തേക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി ലഭിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ മാത്രമാണ് ഇവയെല്ലാം. ഇവയെല്ലാം തന്നയാൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു ചോദിച്ചാൽ കൊടുക്കേണ്ടതും കൂടിയാണ്. അപ്പം ഇങ്ങനെ ഒരു മമത ഒരിക്കലും ഉണ്ടാകാത്തതിനാൽ മത്സരബുദ്ധിയും ഉണ്ടാകുന്നതല്ല. ഈ മത്സരബുദ്ധി എവിടുന്ന ഉണ്ടാവുന്നത്? മത്സരബുദ്ധി ഉണ്ടാവുന്നത് ഞാൻ എൻ്റേത്, എനിക്കുള്ളത് എന്ന ഭാവനയിൽ നിന്നാണ്. മമതയാണ് മത്സരത്തിന് കാരണമാകുന്നത്. മത്സരമാണ് ഹിംസ. മത്സരിക്കുന്നത് എന്തിനാ? പിടിച്ചടക്കാൻ വേണ്ടി, പിടിച്ചെടുക്കാൻ വേണ്ടി. വേറൊരാളുടെ കഴിവുകളേക്കാൾ കൂടുതലാണ് എൻ്റെ കഴിവുകൾ എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി. ആരെ? സ്വയം ബോധ്യപ്പെടുത്താനല്ല, മറ്റെല്ലാവരെയും കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി. സ്വയം ബോധ്യപ്പെടുത്തുകയും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും കൂടി ചെയ്യുന്നത്. അതിലൊക്കെ ഹിംസയുണ്ട്. അതില് മത്സരത്തിന് ജയിക്കുവാൻ ആവശ്യമായ തൻ്റെ ചേരുവകൾ വേറെ ആരോടും പറഞ്ഞു കൊടുക്കാതിരിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. തൻ്റേത് വ്യക്തമായി വേറൊരാൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടുന്നത് ചെയ്യാൻ ഉള്ള ഒരു താല്പര്യമുണ്ട്. അതിൽ ഹിംസയുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് യുദ്ധങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ മത്സരം അത് ആധ്യാത്മിക വേദിയിലാണെങ്കിലും അനധ്യാത്മിക വേദിയിലാണെങ്കിലും അത് ഹിംസാത്മകം തന്നെയാണ്. അഹിംസയുടെ മാഹാത്മ്യത്തെ ഒരിടത്ത് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുക, മറ്റൊരിടത്ത് അത് കേട്ടവരെ മത്സരിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്, അത് തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് ഈ മമത ഇല്ല എന്നുണ്ടെങ്കിൽ മത്സരബുദ്ധി ഉണ്ടാകുന്നതല്ല. മത്സരബുദ്ധി ഇല്ലെങ്കിൽ ഹിംസയില്ല. അപ്പം ശാശ്വതമായ സമാധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മമതയെക്കുറിച്ച്, ഞാൻ എൻ്റേത്, എനിക്കുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ഒരു അറിവ് ഉണ്ടാകണം. അതുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടത് വ്യക്തികളുടെ തിരിച്ചറിവാണ്. നമ്മൾ ഓരോരുത്തരും ഈ വസ്തുതയെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ ലോകത്ത് ശാശ്വതമായ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഭയാധിഷ്ഠിതമായ താൽക്കാലിക സമാധാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ താൽക്കാലിക സമാധാനമാകട്ടെ എപ്പോഴും ഉദ്വേഗത്തോടു കൂടിയതായിരിക്കും, ആങ്സൈറ്റിയോട് കൂടിയതായിരിക്കും. എപ്പോൾ പൊട്ടിക്കും മറ്റവർ ബോംബ് എന്നുള്ള ചിന്തയിലായിരിക്കും ജീവിക്കുന്നത്. അതുകൊണ്ട് ലോക സമാധാനത്തിന് ഈ മമതാത്യാഗം അനിവാര്യമാണ്. ഭാരതത്തിന്റെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. ലോക സമാധാനത്തിന് ഉതകുന്ന ആശയങ്ങളെ, ആദർശങ്ങളെ അവ പ്രാവർത്തികമാക്കുവാൻ ആവശ്യമായ വഴികളോടുകൂടി ഉപദേശിച്ചു തന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭാരതീയ സംസ്കൃതി നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. എൻ്റേതും നിങ്ങളുടേതുമായതുകൊണ്ടല്ല, അത് ലോകസമാധാനത്തിന് ഉതകുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ്. വ്യക്തിയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. വ്യക്തികളുടെ കൂട്ടായ്മയാണ്
രാജ്യങ്ങളും മറ്റും. ആത്മാവ് ഒന്നു മാത്രമേയുള്ളൂ, എന്നാൽ ശരീരമോ അനേകവും. ആത്മാവ് നിർമ്മലമാണ്, ശരീരമാകട്ടെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാകയാൽ മലിനമത്രേ. ആത്മാവ് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു, എന്നാൽ ദേഹമാകട്ടെ ജഡവസ്തുവും. ആത്മാവിന് സത്വരജസ്തമോ ഗുണങ്ങളുമായി സംബന്ധമില്ല, ശരീരമാകട്ടെ ഗുണങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ആത്മാവ് സർവവ്യാപിയാകുന്നു, എന്നാൽ ശരീരമോ പരിച്ഛിന്നവും. ആത്മാവിന് ആവരണങ്ങളില്ല, എന്നാൽ ദേഹമാകട്ടെ വസ്ത്രം മുതലായവയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആത്മാവ് എല്ലാം കാണുന്നവൻ, എന്നാൽ ദേഹമോ കാണപ്പെടുന്ന വസ്തുവും. ആത്മാവ് മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല, ശരീരമോ ആത്മാവിനെ ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും ശരീരത്തിൽ നിന്ന് വിഭിന്നമായി നിലകൊള്ളുന്ന ആത്മാവ് പരിപൂർണ സ്വതന്ത്രൻ ആകുന്നു. ഇത് നമുക്ക് അടുത്ത പ്രാവശ്യം വിശദമായി കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യാം.